everyone, welcome to Epic Family. അപ്പോൾ നമ്മൾ മണാലിയിലെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ സൊലാങ് വാലിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിമ്പ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നേരെ സൊലാങ് വാലിയിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം ബാക്കി വിശേഷം സൊലാങ് വാലിയിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ഈ എന്തൊരു അടിപൊളി കാഴ്ച, അമ്മ ഒരു രക്ഷയില്ല. നോക്കിക്ക്, നമ്മള് സൊലാങ് വാലിയിലോട്ട് പോവാണ്. അടിമ്പ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് ആയതല്ലോ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? 9, അതായത് 10 കിലോമീറ്റർ ആയിരുന്നു അടിമ്പ ടെമ്പിളിൽ നിന്ന് സൊലാങ് വാലി വരെ കാണിച്ചത്. നമ്മൾ 1 കിലോമീറ്റർ മുന്നോട്ട് വന്നതേ ഉള്ളൂ. ഇനിയും 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വേണ്ട സൈഡിൽ കണ്ട കാഴ്ച ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ച്. കണ്ടോ എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലല്ലേ. കണ്ട ദൂരെ മല കണ്ടോ? അതുകൊണ്ട് ആ ദൂരെ കാണുന്ന കണ്ടോ മഞ്ഞിട്ട് ക്യാപ്പിട്ട പോലെ, കണ്ടോ വെള്ള ക്യാപ്പിട്ട പോലെ മല നിൽക്കുന്ന കണ്ടോ? ഓ രക്ഷയില്ല, മഞ്ഞ് മൂടിയ മലയാ ദൂരെ കാണുന്നത് കണ്ടോ? അടിപൊളി, സൂപ്പർ. ഈ എൻട്രിയില് പ്രോജക്ട് ദീപക് വെൽക്കംസ് യു എന്ന് എഴുതിയേക്കുന്ന കണ്ടിട്ട് ചേട്ടൻ ഇത് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുക്കുവാണ്. ദീപക് എന്ന് കണ്ടിട്ട് നിർഗള അനുഭൂതി ഇരിക്കുവോ ചേട്ടൻ ഡ്രൈവ് ചെയ്തോണ്ട്? ഇവിടെ ഒരു ദീപക് താലുണ്ട്. അങ്ങോട്ട് നമ്മള് ലഡാക്കിലോട്ട് പോകുന്ന ആ വഴിക്കാണെന്ന് തോന്നി. അപ്പൊ അതുകൂടെ കണ്ടിട്ട് പോകാം നമുക്ക്. ഒന്നും അല്ലല്ലേ, വെറുതെ തന്നേക്കും അല്ലേ? അങ്ങനെ അല്ലേ, അത് കാര്യമായി. മലയിലോട്ട് ഇങ്ങനെ ഉണ്ട്, ഐസ് ഇറങ്ങുന്നുണ്ട്. ഐസ് കണ്ടോടി, താഴ്വാര ഇങ്ങനെ ഇങ്ങനെ നടുക്കൂടെ ഐസ് ഇങ്ങനെ കവർ ചെയ്ത് ആണ്. ഇത് ഇനി മൊത്തം ഐസാ കൂടി, ഇത് ഫുള്ളി. ഐസ് മൂടിയ മലകൾ കണ്ടോ? അടിപൊളി. ഐസ് മൂടിയ മലകൾ അച്ഛാ, അടിപൊളി അടിപൊളി. നമ്മള് സൊലാങ് വാലി എത്തി. നമുക്കിനി പാർക്കിംഗ് നോക്കി നമ്മൾ നടക്കുവാണ്. കാർ പാർക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മള് സൊലാങ് വാലിയിലെത്തി. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ക്വിഡ് കിടക്കുന്നുണ്ടോ? ഇതാണ്ട് അവിടെ കിഡ് ഇൻ എ ക്വിഡ് ടു ലഡാക്ക് എന്നൊക്കെ ടാഗ് ലൈനായിട്ട് നമ്മുടെ ക്വിഡ് കിടപ്പുണ്ട്. ഇതാണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, നല്ല മുകളിൽ ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിന് പോയേക്കുന്ന ആൾക്കാരെ കാണുന്ന കണ്ടോ? പാരാഗ്ലൈഡിങ്ങിന് പോയേക്കുന്നതിന്റെ കാഴ്ച ഉണ്ട്, അടിപൊളി. ഇവിടെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ. പാരാഗ്ലൈഡിങ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്. ഇപ്പൊ ചേട്ടൻ സിപ്പ് ലൈനിൽ പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുത്തിട്ട് ബാക്കി കാണിക്കാന്ന് വെച്ചാൽ ശരിക്കും ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ്. വേണ്ടേ മഞ്ഞ് മൂടിയ മലകൾ കാണുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി സമയത്ത് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ ഈ സൊലാങ് വാലി ഫുൾ മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. നമ്മൾ ഈ നടക്കുന്നിടത്തും ഈ കാണുന്ന താഴെയൊക്കെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളായിരിക്കും. പക്ഷെ ഇപ്പം ഇവിടെ എങ്ങും മഞ്ഞില്ല, നോർമലായിട്ട് കിടക്കും. നിങ്ങൾക്ക് കാണാമല്ലോ വേണ്ടേ. മറ്റേത് ഈ വാലി ഫുൾ മഞ്ഞായിരിക്കും. ഫെബ്രുവരി ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഈ വാലിയിലും എല്ലാം മഞ്ഞായിരിക്കും. ഇവിടെ എല്ലാം മഞ്ഞായിരിക്കും. പക്ഷെ ഇപ്പം മഞ്ഞൊന്നുമില്ല, നോർമലായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നമുക്കിങ്ങനെ. പക്ഷെ നമ്മുടെ അടുത്ത് ഇങ്ങനെ മലകളിൽ മഞ്ഞിങ്ങനെ ക്യാപ്പിട്ട പോലെ നിൽക്കുന്ന കാണുമ്പം തന്നെ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്നോ നേരിട്ട് കാണുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് തന്നെ കണ്ടപ്പോൾ. പിന്നെ നമുക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ലേ ലഡാക്കിൽ പോകുമ്പോൾ എന്തായാലും മഞ്ഞ് കാണാമല്ലോ അടുത്ത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിലാണ്. രണ്ട് അച്ഛനോട് നിൽപ്പുണ്ട്, ചേട്ടനും കുഞ്ഞും അവിടെ സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സിപ്പ് ലൈനിൽ ഇങ്ങനെ പോകത്തില്ലേ, ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്
നിൽക്കുവാണ്. അതായത് ചേട്ടൻ പോകുന്നുണ്ട്, ഞാനപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കും. ഇവിടെ താഴെ അവിടെ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ കൂടുതലും ആക്ടിവിറ്റീസാണ്. പാരാഗ്ലൈഡിങ്, ഇങ്ങനെ സിപ്പ് ലൈനിൽ പോവാം, അങ്ങനത്തെ പരിപാടികളൊക്കെ. സോ നമ്മളങ്ങനെ സൊലാങ് വാലിയിലെ വിശേഷങ്ങൾ കണ്ട് നടക്കുവാണ്. ഓക്കെ, സോ ചേട്ടൻ ഇവിടുത്തെ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. സിപ്പ് ലൈൻ ഇവരിങ്ങനെ ഉണ്ടോ, ഉണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ടല്ലേ ആൾക്കാർ, കുറേ ആൾക്കാർ ഇന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഉണ്ട് ഇപ്പോൾ ചെയ്യാൻ പോകണം. അവർ ഇതിന് വേണ്ട സെറ്റിങ്സ് ഒക്കെ ചെയ്യുവാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് മുകളിൽ ചെന്നിട്ട് പോകണം. വേണ്ട ചേട്ടൻ പോവാൻ റെഡിയായിട്ട് മുകളിൽ കയറി നിൽക്കുന്നതുണ്ടോ, കണ്ടോ ആൾക്കാരിങ്ങനെ ഉണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പം കണ്ടോ ചേട്ടനും ഇപ്പോൾ പോവും. നമുക്ക് ഈ പോകുന്നവർക്ക് മാത്രമേ മുകളിൽ കയറാൻ പറ്റത്തുള്ളൂ. അല്ലെ ഞാൻ അവിടെ ഇന്ന് വീഡിയോ എടുക്കായിരുന്നു. ആണ്ടോ ചേട്ടൻ സിപ്പ് ലൈനിൽ പോകുന്നുണ്ടോ? കണ്ട ദൂരെ പോയണ്ട, കണ്ടോ സോ അങ്ങ് ദൂരെ പോയി കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നമ്മൾ ആ സിപ്പ് ലൈൻ പോകുന്നതിൻ്റെ അവിടെ നിൽക്കുമ്പോൾ താഴെ കാണുന്ന കാഴ്ച, അയ്യോ ആ വെള്ളമൊക്കെ ഫ്രീസിങ് തണുപ്പായിരിക്കും കേട്ടോ. രണ്ട് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് ചേട്ടനും പോയത്. ആ എൻഡിലെത്തിയിട്ട് അവിടുന്ന് തിരിച്ചവർ വിടും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചേട്ടൻ തിരിച്ചു വരാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സോ ഞാൻ പറഞ്ഞില്ല ഈ വെള്ളം ഇങ്ങനെ, അയ്യോ അടിപൊളി വ്യൂ കേട്ടോ. ഫ്രീസിങ് തണുപ്പായിരിക്കും ഈ വെള്ളത്തിനൊക്കെ, ഒരു സംശയം വേണ്ട. കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പല്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്, തണുത്ത കാറ്റ്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ചേട്ടൻ തിരിച്ചു വരുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവത്തില്ല, അടുത്ത് വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ലോങ് സിപ്പ് ലൈൻ ആട്ടോ ഇത്. ആണ്ട വരുന്നുണ്ട്, അടുത്ത് വരുമ്പോഴേ കാണാൻ പറ്റൂ. ആണ്ട വരും. ദാണ്ടെത്തി. എനിക്ക് പേടിയുണ്ട്. അമ്മ മോനുണ്ട്.
എന്തിനാ ഹായ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങോട്ടില്ല കൊണ്ടോണ്ട. ഓക്കെ, അപ്പൊ നമ്മള് സൊലാങ് വാലി വന്നിട്ട് സിപ്പ് ലൈൻ ചെയ്തു. ഞാനും ചെയ്തു, ചേട്ടനും ചെയ്തു. അയ്യോ, ഇപ്പൊ തിരിച്ച് കാറിലോട്ട് പോവാണ്. അടിപൊളിയാ കേട്ടോ. ശരിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പം, പിന്നെ അങ്ങ് മാറി. പിന്നെന്തുവാ, അച്ഛനോട് നിൽപ്പുണ്ട് കണ്ടേ. അച്ഛനെ എന്നെ തള്ളി വിട്ടത് കേട്ടോ. ഞാൻ പോകത്തില്ലെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടനും വന്ന് തള്ളി വിട്ടു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ സിപ്പ് ലൈൻ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിനിയും കാറിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ, അതുകൊണ്ട്. പിന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ ആക്ടിവിറ്റീസ് ആണ്. പാരാഗ്ലൈഡിങ് ഉണ്ട്, അങ്ങനെ ഓരോ പരിപാടികൾ. അപ്പം ഞങ്ങളിപ്പോൾ ഈ സിപ്പ് ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിന് 600 രൂപയാണ് പെർ ഹെഡ് ഞങ്ങൾ ചെയ്ത സിപ്പ് ലൈനിന്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും കൂടെ 1200 രൂപയായി. പിന്നെ പാരാഗ്ലൈഡിങ് ചോദിച്ചാൽ 3000 രൂപയാണ്. പിന്നെ മാത്രമല്ല കുഞ്ഞുണ്ട്. ഞങ്ങൾ അത്രയൊക്കെ പോകുമ്പോഴേ ഇപ്പം തന്നെ ഞങ്ങൾ ഓരോരുത്തർ 1 by 1 പോയപ്പോൾ തന്നെ കുഞ്ഞു ഞങ്ങൾ എവിടെയോ പോകാമെന്ന് വെച്ചിട്ട് ഒരു പേടിയുണ്ടായിരുന്നു. കരഞ്ഞൊന്നും ഇല്ല അവള്. ഞാൻ പോയപ്പോൾ ചേട്ടനും അച്ഛനും ഉണ്ട്, ചേട്ടൻ പോയപ്പോൾ ഞാനും അച്ഛനും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കരഞ്ഞൊന്നും ഇല്ല, എന്നാലും ഒരു പേടിയുണ്ട്. അപ്പം പാരാഗ്ലൈഡിങ്ങിനാവുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നില്ല. അപ്പം അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടവരുടെ ഒരു അടിപൊളി പ്ലേസ് ആണ് സൊലങ് വാലി. അപ്പം പിന്നെന്താ, ഞാനിവിടെ കുറച്ചുകൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പാരാഗ്ലൈഡിങ് ചെയ്യേണ്ടവർക്കൊക്കെ ഇവിടെ വന്നാൽ ചെയ്യാം കേട്ടോ. ഞങ്ങൾ എന്തായാലും അടുത്ത ട്രിപ്പ് ഒന്ന് വന്നാൽ പിന്നെ വരാൻ തോന്നും. അപ്പോൾ ഞാൻ ഇനിയും വരും. ഇത് ഞങ്ങളുടെ ലഡാക്ക് ട്രിപ്പ് സീസൺ 1 ആണ്. ഇനി സീസൺ 2 ഉണ്ട്. ഞങ്ങൾ പുതിയ ഇനിയും ഫർദർ, അതായത് നമ്മൾ എന്താ പറയണ്ടേ, നേപ്പാളും ഭൂട്ടാനും ഒക്കെ പോകുന്ന രീതിയിൽ ഇനി നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാം. തൽക്കാലം ഞങ്ങൾ സിപ്പ് ലൈൻ ചെയ്തു. ഇനി നിങ്ങളെ ചുറ്റി ഒന്ന് കാണിക്കാം, സൊലാങ് വാലി ഒന്ന് കാണിക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൊലാങ് വാലിയിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അതുകൊണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്നതാണ് അവിടെ കാണാം. കണ്ടോ, മുകളിൽ കണ്ട് ഇങ്ങനെ പറക്കുന്ന കണ്ടോ. ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ ഇത് മുകളിൽ കയറിയിട്ട് അവിടെ ഫീസൊക്കെ അടച്ചിട്ട് ചെയ്യാം നമുക്ക്. 7 മിനിറ്റ് അല്ലേ പറഞ്ഞോ? അങ്ങനെ 3000 റുപ്പീസിന് 7 മിനിറ്റ്. അപ്പൊ ഇതാണ് സൊലാങ് വാലിയിലെ വിശേഷം. ഹോഴ്സ് റൈഡിങ്ങിന് പോകുന്നവരെ കാണാനായിട്ട് കണ്ടോ. ഹോഴ്സ് റൈഡിങ്ങിന് പോകുന്നവര്, ഇങ്ങനൊരു ആക്ടിവിറ്റീസ് ആണ് ഇവിടെ മെയിൻ. വേണ്ട, നമ്മൾ തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്ത് വന്നു. വേണ്ട, നമ്മുടെ ക്വിഡ് കിടക്കുന്നുണ്ടോ, പൊടി പിടിച്ച് ഞങ്ങളുടെ ക്വിഡ്. എത്ര കിലോമീറ്റർ കഴിഞ്ഞിപ്പം? 3700 കിലോമീറ്റർ ഓടി വന്ന് കിടക്കുവോ അവൻ. കിഡിനെ ക്വിഡ് ലഡാക്ക്. വേണ്ട, ഹോഴ്സ് റൈഡിങ്ങിന് പോകുന്നവര്. ഇതാണ് സോലങ് വാലി കണ്ടോ. നമുക്കിനി ഇവിടുന്ന് പെയ്യെ പോകാനുണ്ട്. ദൂരെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് കാണാം. വേണ്ട, പിന്നെ വരുന്നവരുടെ എല്ലാം കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ. സോ ഇതൊക്കെയാണ് സോലങ് വാലിയിലെ വിശേഷങ്ങൾ. അടിപൊളിയല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം മഞ്ഞ് മൂടിക്കിടക്കും ഫെബ്രുവരി ആ സമയത്ത് വന്നാൽ. ഇതിപ്പം ജൂണിലെ സൊലങ് വാലിയാണ് നിങ്ങൾ കാണുന്നത്. ജൂണിൽ സൊലങ് വാലിയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പിന്നെ ആ മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുന്നില്ലേ ടാർപ്പായിട്ട്, അതെല്ലാം കടകളാണ്. നമുക്കിപ്പം മാഗി അങ്ങനത്തെ ഐറ്റംസ്, കോണ്, ഫ്രഷ് കോണ് ഒക്കെ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ ഓൾറെഡി വൈൻഡപ്പ് പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയുകയാണ്. അപ്പം ഞങ്ങൾ സൊലങ് വാലിയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.